വർഷമായിട്ട് ഞാൻ അക്വയർ ചെയ്തിട്ടുള്ള പല പല ഗാഡ്ജറ്റ്സ് ഫോർ മൈ വീഡിയോ റെക്കോർഡിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി, ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദി ഫസ്റ്റ് വൺ ഐ വിൽ ടോക്ക് അബൌട്ട് ദ ലെൻസസ് വിച്ച് ഐ ഹാവ്. ഇതൊരു 50mm 1.4 സിഗ്മ പ്രൈം ലെൻസാണ്. ഇത് ഞാൻ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള പോർട്രേറ്റ്സിനും എൻ്റെ പ്രോജക്റ്റിനും വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐ എം ഇൻവോൾവ്ഡ് ഇൻ എ പ്രോജക്റ്റ് കോൾഡ് Letterstock. Letterstock is trying to help children with stammering by my son, Mr. Vivin Joy. സോ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഈ വീഡിയോസിൽ ഞാൻ ഈ ലെൻസാണ് അവൻ്റെ വീഡിയോസ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന്, നമുക്ക് വളരെ ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷൻസിൽ വളരെ ക്ലാരിറ്റി ആയിട്ട് വീഡിയോസ് എടുക്കാൻ സാധിക്കും. പിന്നെ 50mm എന്ന് പറയുമ്പോൾ വളരെ പോർട്രേറ്റ്സും വീഡിയോസും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട്, അടുത്തുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എടുക്കുവാനായിട്ട് ഇത് സാധിക്കും. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ യൂസേജ്. സോ ഐ യൂസ് ബേസിക്കലി ദിസ് ഫോർ മൈ പ്രോജക്റ്റ്. ഞാൻ എൻ്റെ ട്രാവലിങ്ങിൽ കാനൺ യൂസ് ചെയ്യുന്ന ക്യാമറ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, Canon 200D Mark II. അതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന കിറ്റ് ലെൻസ് കൂടാതെ ഞാൻ ഈ ലെൻസും കൂടെ ഉപയോഗിക്കാറുണ്ട്. ഇതൊരു വൈഡ് ആംഗിൾ ലെൻസാണ്, 11 to 16mm f2.8. ഇത് നമുക്ക് വളരെ വൈഡ് ആംഗിളിൽ, അതായത് ഇറ്റ്സ് ആൾമോസ്റ്റ് ലൈക്ക് വി ആർ സീയിങ് ത്രൂ അവർ ഐസ്, ആ രീതിയിൽ ഉള്ള സീനറീസ് പകർത്താനായിട്ട് ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള പല വീഡിയോസും ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ക്ലിയർ ആയിട്ട് വൈഡ് ആംഗിളിൽ ഈ ലെൻസ് നമുക്ക് യൂസ്ഫുൾ ആവും. 2.8 ആയ കാരണം ലോ ലൈറ്റിലും നല്ല ക്ലാരിറ്റിയോടുകൂടി ഈ വീഡിയോസ് എടുക്കാൻ സാധിക്കും. ഇതൊരു ടോക്കിനോ ബ്രാൻഡാണ്, പക്ഷേ ഇതെല്ലാം EF മൗണ്ട് കമ്പാറ്റബിൾ ആയതുകൊണ്ട് എൻ്റെ കാനൺ ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റും. ടോക്കിനോ ബ്രാൻഡ്. ഇത് മറ്റൊരു ലെൻസാണ്. ഈ ലെൻസ് ഞാൻ കിറ്റ് ലെൻസ് ശേഷം രണ്ടാമത് വാങ്ങിച്ച ഒരു ടെലിസ്കോപ്പിക് ലെൻസാണ്. കാനൻ്റെ തന്നെ 55 to 250mm ഒരു ടെലിസ്കോപ്പിക് ലെൻസാണ്. ഇത് കുറച്ച് ദൂരെയുള്ള വസ്തുക്കളെ സൂം ചെയ്താനും സൂം ഔട്ട് ചെയ്യാനും കുറേ കൂടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലെയറായിട്ട് ഫോട്ടോസ് എടുക്കാനും ഈ ടെലിസ്കോപ്പിക് ലെൻസ് വളരെ ഉപകാരപ്രദമാണ്. സോ ഇതൊരു വലിയ വിലയുള്ള ലെൻസുകളൊന്നും അല്ല ഞാൻ ഉപയോഗിക്കുന്നത്. എവറിഥിങ്, ഓൾ ഓഫ് ദം ആർ ലെസ് ദാൻ 40,000 rupees ഈച്ച് വൺ. സോ ലെൻസസ് എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. സോ ഇഫ് യു വോണ്ട് ഹാവ് എ ഗുഡ് ലെൻസ് ഇറ്റ് വിൽ കോസ്റ്റ് യു മോർ ദാൻ 1 lakh. സോ എൻ്റെ ലെൻസസ് എല്ലാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2-3 ലെൻസസ് ഉപയോഗിക്കേണ്ടി വരുന്നത്. വൈഡ് ആംഗിളും കുറച്ച് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ലെൻസൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് വരും. സോ ഐദർ if you want to have a cheaper lens, then you go for either wide angle separately or a telescopic separately. If you are trying to have both together in your lens, then it becomes very costly. In camera audio recording is not very good, especially 200D Mark II audio recording is not very good quality. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യാം. എക്സ്റ്റേണൽ മൈക്ക് പ്ലഗ് ചെയ്യാനുള്ള സൗകര്യം ക്യാമറയിൽ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ ഓഡിയോ എടുത്ത ശേഷം സിങ്കണൈസ് ചെയ്യാം. സോ ഞാൻ 2 എക്സ്റ്റേണൽ മൈക്ക് വാങ്ങിച്ചു. ആദ്യം വാങ്ങിച്ചതാണ് ഈ നാനോ ബ്രാൻഡ്, വളരെ വിലക്കുറവായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇത് വാങ്ങിച്ചാൽ നോക്കി, പക്ഷേ ഇത് അത്ര നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നാത്ത കാരണം വീണ്ടും ഞാൻ മറ്റൊരു ബ്രാൻഡ് വാങ്ങിച്ചു, ബോയ ബ്രാൻഡ്. ആ ബ്രാൻഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് വർക്ക്സ് ബെറ്റർ. ഇപ്പോൾ 2 പേരുടെ വീഡിയോ ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ, 2 പേരുടെ ഒരേ സമയം 2 ഓഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മൈക്രോഫോൺ നമുക്ക് വേണം. 2 മൈക്രോഫോൺ പക്ഷേ ക്യാമറയിലേക്ക് വരുമ്പോൾ പ്ലഗ് ഉള്ളല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കൊരു യു ക്യാൻ യൂസ്. സോ 2 പേരുടെ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അഡാപ്റ്ററാണിത്. 2 മൈക്രോഫോൺ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ലാപ്ടോപ്പിലേക്കോ മൊബൈലിലേക്കോ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഒരേ സമയം 2 പേരുടെ വീഡിയോ 2 പേരുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്കിത് സഹായിക്കും. സോ ഇതൊരു ഡ്യുവൽ മൈക്രോഫോൺ ഓഡിയോ ജാക്കാണ്. ഇനി നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ഇതൊരു മിനി ക്യാമറ ഹോൾഡിംഗ് സ്റ്റാൻഡാണ്. ഇത് നമുക്ക് മടക്കി ഫോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ ഹൈറ്റ് കുറച്ച്
കുറച്ച് ഹൈറ്റ് കൂട്ടാൻ സാധിക്കും. നല്ല സ്ട്രോങ് ആണ്, ക്യാമറ ഏറ്റവും താഴെയില്ല. ടേബിളിൻ്റെ പുറത്ത് ഇത് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈറ്റിൽ നമ്മുടെ വീഡിയോസ് എടുക്കാനായിട്ട് ഇത് സഹായിക്കും. ഇറ്റ്സ് ആൾമോസ്റ്റ് ലൈക്ക് എ ട്രൈപോഡ്, ബട്ട് ഹൈറ്റ് ഈസ് ലെസ്. അങ്ങനെ കൊണ്ടു നടക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്യാമറ സ്റ്റാൻഡാണിത്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്ത ഒരു മൊബൈൽ ഹാൻഡിലാണിത്. ഈ മൊബൈൽ ഹാൻഡിലിൻ്റെ ഈ മൊബൈൽ പോർഷൻ റിമൂവ് ചെയ്ത് എനിക്കിത് കണക്ട് ചെയ്തിട്ട് ഇത് ഞാൻ ക്യാമറയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഐ ക്യാൻ ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഈ ട്രൈപോഡ് സ്റ്റാൻഡിൻ്റെ അതേ സ്പീഡിൽ തന്നെ ഇതും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന സമയത്ത് ഒരാളുടെ കാൽപാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റെപ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറ കുനിഞ്ഞ് നിന്ന് താഴെ നിന്ന് നമ്മളങ്ങനെ അവരുടെ പുറകെ നടക്കേണ്ടി വരും. സോ അത് പ്രായമായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ കുറച്ച് ബാക്കിന് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അങ്ങനെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാകുമ്പോൾ യു കെൻ യൂസ് എ ഹാൻഡിൽ ലൈക്ക് ദിസ്. ഇത് വളരെ ഈസിയാണ്. ഇത് ഈ ക്യാമറയുടെ ആംഗിൾസ് മാറ്റാനും നമുക്കിത് വളരെ ഈസിയാണ്. ഒറ്റ കൈ കൊണ്ട് തന്നെ ഇത് നമുക്കെല്ലാം യൂസ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഇതിലൂടെ ലഭിക്കും. സോ ഇതൊരു സിമ്പിൾ, വില കുറഞ്ഞ ഒരു സിമ്പിൾ ഹാൻഡിലാണ്. ദിസ് ക്യാൻ ബി യൂസ്ഡ് അലോങ് വിത്ത് യുവർ ക്യാമറ ആൻഡ് ദി ആംഗിൾസ് ക്യാൻ ഓൾസോ ബി ചേഞ്ച് ഈസിലി. സോ വൈൽ ടേക്കിംഗ് ലോ ലെവൽ വീഡിയോസ് എടുക്കുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡബിൾ റോഡാണിത്. യു ക്യാൻ ബി എക്സ്റ്റെൻഡഡ് സോ ദാറ്റ് ദി ലെങ്ത് ഓഫ് ദി ഹാൻഡിൽ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഇതൊരു മറ്റൊരു ഫെസിലിറ്റിയാണ്, അതായത് HDMI കേബിൾ. ഈ HDMI കേബിൾ നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിലുള്ള വീഡിയോസും ഫോട്ടോസും നമുക്ക് ഈ എക്സ്റ്റേണൽ മോണിറ്ററിലൂടെ കാണാനോ അല്ലെന്നുണ്ടെങ്കിൽ റിമോട്ടായിട്ട് ക്യാമറ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ലാപ്ടോപ്പ് വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ HDMI കേബിൾ വേണം. ബട്ട് HDMI കേബിൾ വിൽ നോട്ട് ഗോ ഇൻ ടു യുവർ ക്യാമറ 200D എസ്പെഷ്യലി. അതിന് നിങ്ങൾ ഒരു മിനി അഡാപ്റ്റർ കൂടെ വാങ്ങിക്കണം. ഈ മിനി അഡാപ്റ്റർ നമുക്കിതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇറ്റ് വിൽ ഗോ ഇൻ ടു യുവർ ക്യാമറ. സോ ഇത് റീസെൻ്റായിട്ട് ഞാൻ വാങ്ങിച്ചാണ്. ഈ മിനി അഡാപ്റ്റർ വാങ്ങിച്ചിട്ട് ഒരു HDMI കേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ യു ക്യാൻ പ്ലേ ഇറ്റ് ടു യുവർ TV ആൾസോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കേബിളും ഒരു ചെറിയൊരു ഫെസിലിറ്റിയുമാണ്. ഇതുകൂടാതെ യു ഷുഡ് ആൾസോ ഹാവ് സ്മോൾ cables for transferring your videos from camera to the laptops. മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾക്ക് വയർലെസ് ഫെസിലിറ്റി ഉപയോഗിക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഫെസിലിറ്റി. ഇത് കൂടാതെ യു മസ്റ്റ് ആൾസോ ഹാവ് സം സ്റ്റോറേജ് ഡിസ്ക്. ഈ ഒരു ഹാർഡ് ഡിസ്ക്കാണ്. ഇങ്ങനത്തെ 2-3 സ്റ്റോറേജ് ഡിസ്ക് എൻ്റെ കയ്യിലുണ്ട്. കപ്പാസിറ്റി അനുസരിച്ചിട്ട് വാങ്ങിക്കാൻ നിങ്ങൾക്ക്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള, നിങ്ങൾ എടുക്കുന്നതായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഈ HD ഡിസ്ക് ഉപയോഗിക്കാം. കാരണം നമ്മുടെ ക്യാമറയുടെ സ്റ്റോറേജ് സ്പേസിനും കാർഡിൽ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് സ്പേസിനും ലാപ്ടോപ്പിലും ഒക്കെ പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എക്സ്റ്റെൻഡഡ് ഹാർഡ് ഡിസ്ക് ആവശ്യമാണ്. ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അത് തിരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെൻ്റെ ഒരു ക്ലീനിങ് കിറ്റാണ്. ഇതൊരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ലെൻസ് ക്ലീനിങ് ഫെസിലിറ്റി. ഇതിൽ നമുക്ക് ഈ പൊടി തട്ടിക്കളയാനുള്ള എയർ പമ്പിങ് മെക്കാനിസം കിട്ടും. അതിൻ്റെ കൂടെ 1-2 ബ്രഷസ്, പിന്നെ ക്ലീനിങ് ലിക്വിഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ കൂടെ ലഭ്യമാവും. സാധാരണ ഒരു ഫോട്ടോഗ്രാഫി ഷൂട്ടിന് ശേഷം, വീഡിയോ എടുത്ത ശേഷം, ഒരു ട്രാവലിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഈ ലെൻസും ക്യാമറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇഫ് യു യൂസ് ദ ക്യാമറ in a beach or in a dusty situation, then definitely you must clean your equipments before you go for the next project. ഇതെൻ്റെ മകൻ തന്ന ഒരു ഗിഫ്റ്റാണ്. അവന് ചെസ്സിൽ, മൈക്രോസോഫ്റ്റ് ചെസ്സിൽ സെക്കൻഡ് പ്രൈസ് ലഭിച്ചപ്പോൾ കിട്ടിയ ഒരു പ്രസൻറ്റാണ്. ഇത് മൊബൈൽ ഗിംബലാണ്. അത് മൊബൈൽ നമുക്കൊരു ഗിംബലിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ മൊബൈൽ ഗിംബലാണ്. ഏത് മൊബൈൽ വേണമെങ്കിലും നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ബ്ലൂടൂത്ത് വഴി ഈ ബട്ടണിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാമറ മൊബൈലിൻ്റെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ, സൈഡിലോ ലെഫ്റ്റിലോ റൈറ്റിലോ ഒക്കെ മാറ്റാൻ പറ്റും.
നമുക്ക് ഇത് എപ്പോഴും വളരെ യൂസ്ഫുൾ ആണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗിംബലാണ് ഇത്. മോഴ മിനി എസ് എന്ന് പറയുന്ന ഒരു ഗിംബലാണ്. ഈ ഗിംബൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും, പ്രത്യേകിച്ച് വെൻ യു ആർ ട്രാവലിംഗ് ഇൻ എ മൂവിങ് വെഹിക്കിൾ. സോ ഷേക്ക് ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഈ ഗിംബൽ ഉപയോഗിച്ച് മൊബൈൽ വെച്ച് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ, വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഷേക്ക് വളരെ കുറവായിട്ടുള്ള ഒന്നായിരിക്കും ഇത് എത്ര വിലയുണ്ടെന്ന് എനിക്കറിയത്തില്ല, ബിക്കോസ് ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഫ്രം മൈ സൺ.